PV Anwar, ex-MLA, no, content creator. Okay? അപ്പോൾ അംബുക്ക കഴിഞ്ഞ ദിവസം അതേപോലൊരു കയ്യിലൊരു വലിയ സ്റ്റീലിൻ്റെ റോഡും പിടിച്ച് ഇങ്ങനെ വന്ന്, സ്റ്റീലായിരുമ്പോൾ റോഡും പിടിച്ച് വന്ന്. അപ്പോൾ സംഗതി ഇവിടുത്തെ പ്രമുഖ ചാനലുകളൊക്കെ 24/7 സാറ്റലൈറ്റ് ചാനലുകൾ മൂക്കുകുത്തി ശ്രമിച്ചിട്ട് പോലും വെച്ച് അടിച്ചിട്ട് പോലും ഇതേപോലുള്ളൊരു അന്വേഷണം നടന്നിട്ടില്ല. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സംഭവത്തിൽ ആശാൻ സേതുരാമയ്യർ CBIയെ വെല്ലുന്ന രീതിയിലുള്ള ഐറ്റമായിട്ട് അംബുക ഇറങ്ങിയിരിക്കുകയാണ് PV Anwar. സോ വെൽക്കം ടു ദി നട്ടഭദ്ര വീഡിയോ. ഐ ആം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഗതി അങ്ങനെ ട്രോൾ ചെയ്തല്ല കേട്ടോ, അങ്ങനെ നമ്മളെ നാട്ടുകാരുടെ മൈൻഡിൽ വന്ന അതേ ചോദ്യങ്ങളും സംശയങ്ങളും തന്നെയാണ് PV Anwar. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ നടക്കുക, എങ്ങനെ ഇവനിപ്പോൾ ജയിലിൽ ചാടാൻ പറ്റുക, കുറേ സംശയങ്ങളുണ്ടല്ലോ. ആ സംശയമൊക്കെ മൂപ്പരെന്ത് ചെയ്ത് കറക്റ്റ് മൂപ്പരുടെ ആ ഒരു ഫെസിലിറ്റിയിൽ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു തന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് ആദ്യം ഞാനൊരു ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് വിശദമാക്കി തരാം. സെൻട്രൽ ജയിലിലെ സെല്ലിൽ നിന്ന് ഇറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിലൂടെ നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പുറത്തിറങ്ങിയത് താഴ്വശത്തെ കമ്പി അറുത്ത ശേഷമാണ്. ശേഷം 1:15 ഇഴഞ്ഞ് സെല്ലിൽ നിന്നിറങ്ങി ജയിൽ പരിസരത്ത് കൂടി നടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ച തടവറയുടെ ചിത്രവും പുറത്തുവന്നു. 10ാം ബ്ലോക്കിലെ 10B സെല്ലിന്റെ അഴികൾ അറുത്തുമാറ്റിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 6 അഴികളാണ് മുറിച്ചു മാറ്റിയത്. ഇത് കാണാതിരിക്കാൻ കെട്ടിവെച്ച നൂലിന്റെ ഭാഗങ്ങളും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വസ്ത്രവും പുതപ്പും ഉപയോഗിച്ച് കിടക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുണ്ടാക്കിയ ഡമ്മിയും കാണാം. ഏറെ പഴക്കമുള്ള സെല്ലാണ് ഗോവിന്ദച്ചാമിക്ക് നൽകിയതെന്നും ദൃശ്യങ്ങളിൽ തെളിയിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തു ചാടാൻ പദ്ധതിയിട്ടത് ഗോവിന്ദച്ചാമി തനിച്ചാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജയിലിനുള്ളിലോ പുറത്തോ സഹായം ലഭിച്ചിട്ടില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ജയിൽ ചാടുമെന്ന് മറ്റ് ചില തടവുകാർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. അത്യന്തം അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പുറത്തു വരുന്നത്. എല്ലാം അയാളുടെ മാത്രം പ്ലാനാണെന്ന്. സഹായം ലഭിച്ചിരുന്നെങ്കിൽ പുറത്തു കടക്കാൻ 3 മണിക്കൂർ സമയമെടുക്കില്ലായിരുന്നു. രാത്രി 1:10 മുതൽ 4:15 വരെയുള്ള ഗോവിന്ദച്ചാമിയുടെ മുഴുവൻ നീക്കങ്ങളും ജയിൽ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിലെവിടെയും പരസഹായം ലഭിച്ചതിന് തെളിവുകളുമില്ല. ജയിൽ ചാടിയ ശേഷം വഴിയറിയാത്തതാണ് ഗോവിന്ദച്ചാമിക്ക് പിഴയ്ക്കാൻ കാരണമെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിനിടെയാണ് ഞെട്ടിക്കുന്ന മറ്റു വിവരങ്ങൾ. കൊടും കുറ്റവാളികളെ താമസിപ്പിച്ച 10ാം ബ്ലോക്കിലെ 4 തമിഴ്നാട്ടുകാരായ തടവുകാർ ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന വിവരം നേരത്തെ അറിഞ്ഞിരുന്നു. തേനി സുരേഷ്, ഷിഹാബ്, വിശ്വനാഥൻ, സാബു എന്നീ തടവുകാരോട് ഗോവിന്ദച്ചാമി തന്നെയാണ് മുൻപ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നത് എന്നും പോലീസുകാർ അറിയിച്ചു. വണ്ണമുള്ള ജയിലിന്റെ ഇരുമ്പ് കമ്പി ഉപ്പ് തേച്ച് തുരുമ്പാക്കി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചുവെന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയായി പോലീസ് പറയുന്നത്. എന്നാൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചു വളച്ചു പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് അൻവറിന്റെ വാദം. കമ്പി മുറിക്കാൻ ശ്രമിച്ചാണ് ഇത് വിശദീകരിക്കുന്നത്. തുടർന്ന് മതിൽ ചാട്ടം. 3 പ്ലാസ്റ്റിക് ഡ്രം വെച്ച് അതിനു മുകളിൽ കയറി തുണി കൊണ്ട് വടം കെട്ടി പുറത്തു ചാടി എന്നുള്ളതും ഡെമോ കാണിച്ചു. അളവെടുത്തു നോക്കുമ്പോൾ ഗോവിന്ദച്ചാമി പറന്നാൽ പോലും ഇത് സാധിക്കില്ലെന്നും അൻവർ. ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് വിട്ടതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ആരോപണം. നമ്മൾക്കത് ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദച്ചാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു. ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ 10 മണിയോടുകൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന VS ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തന്നെ മാറ്റി. എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല? ഓക്കെ, അപ്പോൾ ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കി സർക്കാർ നാടകം കളിച്ചതാണ് എന്നുള്ള ഒരു വാദമാണ് ഇവിടെ PV Anwar പറയുന്നത്. സംഗതി അങ്ങേര് ബാക്കി കാണിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തെടുത്തോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കാര്യം നമുക്ക് അതിലും പറയാണ്ട്. ഇവരുടെ അന്വേഷണവും അല്ലെങ്കിൽ ആ മെത്തേഡ്, അതായത് ജയിൽ ചാടി ഗോവിന്ദച്ചാമി എന്ന് പറയപ്പെടുന്ന പോലീസ് നെറേറ്റീവിലുള്ള ഒരു മെത്തേഡ്, അത് പോസിബിൾ ആണോ ഇല്ല എന്നുള്ളതിലൊക്കെ മൂപ്പരുടെ കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ മൂപ്പരുടെ ചോദ്യങ്ങളൊക്കെ കുറേ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഈ ലാസ്റ്റ് പറഞ്ഞ സംഗതി, ഈ VSന്റെ തരംഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദച്ചാമിയെ ഇതേപോലെ പപ്പറ്റ് പോലെ പുറത്തിറക്കി അകത്തേക്ക് തന്നെ കയറ്റി വിടുന്നൊരു
ഞാൻ അന്നൊരു റീൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ തന്നെ പറയണ്ടായിരുന്നു, ചുമ്മാ മോക്ക് ഡ്രില്ലാണെന്ന് ലാസ്റ്റ് പറയുന്നതിടയിൽ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പ് പരിപാടി കാണിച്ചതാണോ? ഓക്കെ, വഴി തിരിച്ച് വിടാൻ ന്യൂസ് വഴി തിരിച്ച് വിടാൻ തന്നെയാണ്. പക്ഷെ അത് VS റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അല്ല. അവിടെയാണ് അമ്പുക്ക ഒന്ന് ശ്രദ്ധിക്കേണ്ട. അമ്പാനെ എല്ലാം പഠിച്ച് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കും. ഇത് നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ കണ്ടു കാണില്ല. ആക്ച്വലി ഈ ഗോവിന്ദച്ചാമി വിഷയം പുറത്തു വന്ന അതേ ദിവസം ആണ് കേരള ഹൈക്കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തത് വീണ വിജയന്. ഓക്കെ, വീണ വിജയന് കേരള ഹൈക്കോടതി CMRL എക്സാലോജിക് കേസിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്ത ദിവസം 24 ജൂലൈ 2025. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലുകളിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഉണ്ടയും ഞാൻ കണ്ടില്ല. ഞാൻ ഈ സാധനം കണ്ടത് എവിടുന്ന? ടൈംസ് നൗവിലാണ്. ടൈംസ് നൗവിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് കേരള കൗമുദി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, CMRL എക്സാലോജിക് ഇടപാട് വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു. 23-ാം തീയതി നിർദ്ദേശം വന്നു, 24-ാം തീയതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ഗോവിന്ദച്ചാമി ജയിലും ചാടി. ന്യൂസ് ഫുള്ള് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൻ്റെ കഥ. ഏത് കത്തിയാ ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ VSൻ്റെ തരംഗം വഴിയുള്ള ഓക്കെ, അതിനാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അമ്പുക്ക കണ്ടുപിടിച്ച് വന്ന കുറേ ഐറ്റങ്ങളുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ചോദിക്കാൻ നിന്ന കുറേ ചോദ്യങ്ങൾ അമ്പുക്ക പ്രിപ്പയർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അമ്പുക്കയുടെ ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നിരവധിയായ പോലീസ് റിപ്പോർട്ടുകൾ, വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പറയുന്ന ഔദ്യോഗിക ഭാഷ്യമെന്ന് പറയുന്നത് ഗോവിന്ദച്ചാമി ഏകദേശം 1.5 മാസത്തോളം സമയമെടുത്ത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മാസങ്ങളെടുത്താണ് ഈ കമ്പി ആദ്യമായി സെല്ലിൽ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ സംഗതി പോസിബിൾ ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണ്. കുറേ ആക്സോ ബ്ലേഡും തുരുമ്പിച്ച കമ്പിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ നോക്കി. ഇയാൾ മുറിച്ച സെല്ലിലെ കമ്പിയുടെ ഫോട്ടോ ആണ് ഈ കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് HD ക്വാളിറ്റിയിലാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത്ര പ്രിസൈസ്ലിയാണ് ഇവൻ കട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ആരെങ്കിലും ഈ കമ്പി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അനങ്ങി അതായത് ഇതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഇത് ഹ്യൂമൻലി ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വളരെ പാടാണ്. സോ ഇതൊരു കട്ടർ വെച്ച് കട്ട് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി, മെഷീൻ കട്ടർ വെച്ച് കട്ട് ചെയ്ത് ചിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകുന്ന പരിപാടി പോലെയാണ് എനിക്ക് പേഴ്സണലി ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, ഈ സെല്ലിൻ്റെ അഴികളുടെ ഏറ്റവും താഴെ ഭാഗം എന്ന് പറയുമ്പോൾ സെല്ലിരിക്കുന്നത് ഭയങ്കര അടിയിലാണ്. ഈ മോൾ ഭാഗത്ത് ഇത് നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഒരാളിൽ കൂടുതൽ പൊക്കമുള്ളൊരു ഭാഗത്തുള്ള അഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇയാൾ ദിവസങ്ങളോളം എടുത്ത് ഈ ആക്സോ ബ്ലേഡ് വെച്ച് വരഞ്ഞ് മുറിച്ചിട്ട് അതുവഴി പുറത്ത് ചാടിയിട്ടുള്ളത്. മനസ്സിലായ? പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഡൗട്ട്, ഈ താടി മുടി നീട്ടി വളർത്താൻ ഗോവിന്ദച്ചാമിക്ക് എങ്ങനെ പറ്റി? ഓക്കെ, ഇയാൾക്ക് ഡയറ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ പറ്റി? ഗോവിന്ദച്ചാമീൻ്റെ ഇഷ്ടത്തിനാണോ കണ്ണൂർ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴൂടെ. അതായത് ചില ജയിലിൽ ചില തടവുകാർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും, അവർക്കൊരു സ്പെഷ്യൽ പരിഗണന കിട്ടും. എന്തുകൊണ്ട്? ഒരു ചോദ്യമല്ലേ. ആ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണ് കിടക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള ജയിലിനകത്തുള്ള പ്രതികളൊക്കെ ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗോവിന്ദച്ചാമിയും ലഹരിയും തമ്മിൽ എന്ത് ബന്ധമാണ്? നീ എന്തായിരുന്നു ഈ പുലമ്പിയും കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളുടെ ഒരു ചോദ്യം വരും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ അടുത്ത് മരിച്ചുപോയ ആളൂർ വക്കീൽ, ഓക്കെ, ഇയാൾ ഗോവിന്ദച്ചാമിയെ ആരാണ് പുറത്തിറക്കാൻ വേണ്ടി ഇയാൾ അപ്രോച്ച് ചെയ്തേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് നിങ്ങളൊന്ന് കേൾക്കുക. ഗോവിന്ദച്ചാമി ട്രെയിനിൽ കളവ് മാത്രമല്ല, ഈ പറയുന്ന പോലെ മയക്കമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു. അങ്ങനെ മയക്കമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേസേൽപ്പിച്ച പനവേലിലെ ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു, അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്,
വക്കീലിന് ഹാജരാകാൻ സാധിക്കുമോ? പക്ഷേ കേസ് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, മറ്റു പല കേസുകളെ പോലെ തന്നെ ആരാണ് ഈ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ള ഒരു സംഗതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മോഷ്ടാക്കളും മയക്കുമരുന്ന് ലൂബിയുമാണ് വക്കാലത്തുമായി എത്തിയത്. ആവശ്യപ്പെട്ട പണം പ്രതിഫലമായി നൽകിയെന്നും അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. കേട്ടല്ലോ, ലഹരി മാഫിയ. ഓക്കെ, ലഹരി മാഫിയ ഈസ് ഫണ്ടിങ് ഫോർ ദിസ് ഗോവിന്ദച്ചാമി. അപ്പോൾ ഇവിടുത്തെ ജയിലുകളിൽ, എസ്പെഷ്യലി കണ്ണൂർ ജയിലിലൊക്കെ ഇഷ്ടംപോലെ ലഹരി എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ മക്കളെ? ആൻഡ് ലഹരി ഈസ് എന്താ പറയുക, സംതിങ് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് ഈ മാഫിയനെ എടുത്ത് കളയാൻ തന്നെ ഭയങ്കര പടി. ഈ അടുത്ത കാലത്ത് കുറേ പ്രഹസനങ്ങൾ നമ്മൾ കണ്ടില്ലേ? ബേസിക്കലി ഇവിടുത്തെ എല്ലാ പിഴപ്പുകേടിനും ഫണ്ട് ചെയ്യുന്നത് ഈ ലഹരിയുടെ പൈസയാണ്, ലഹരിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രെയിനിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പരിപാടി മാത്രമല്ല ഈ ഗോവിന്ദച്ചാമി ചെയ്തിട്ടുള്ളൂ. ഈ ട്രെയിൻ കേന്ദ്രീകരിച്ച് ഇവൻ ചെയ്തിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലഹരി കച്ചവടമാണ്. ഫൈൻ. അപ്പോൾ ഇവൻ വലിയൊരു ലഹരി കച്ചവടം, അതിൻ്റെ സെറ്റപ്പിൻ്റെ ഒരു കണ്ണിയാണ് ഈ ചങ്ങാതി. അങ്ങനെയുള്ള ഒരുത്തനായതുകൊണ്ട് ഇവന് ജയിലിനകത്ത് പല പ്രിവിലേജും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനെ സർക്കാർ ഫണ്ടഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പൂക്ക പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ തീരുമാനിച്ച് ഇവനെ അങ്ങോട്ട് പുറത്തിറക്കി വിട്ടതല്ലെങ്കിൽ ഈ ലഹരി കണ്ണിയിൽ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഈ ജയിലിനകത്തുനിന്ന്, ഹൂവർ ഇറ്റ് വിൽ ബി, ഓഫീസേഴ്സ് ആവാം അല്ലെങ്കിൽ സാധാരണക്കാരാവാം, ആരെങ്കിലും ആവാം, അവർ ഈ ലഹരി മാഫിയയുടെ ടീം ഇതിനകത്തുണ്ട് ജയിലിനകത്ത്. അവർ ഹെൽപ്പ് ചെയ്തു ഇവനെ പുറത്ത് കാണാൻ. ഓക്കെ, ഈ പുറത്ത് ചാടിയവൻ നട്ടം തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് കൂടി നടക്കുമോ? ഒന്നരക്ക് ചാടിയവൻ ഏതെങ്കിലും വണ്ടി കയറി പോയില്ലേ? അപ്പം അവിടേക്കാണ് അമ്പുക്കയുടെ ചോദ്യങ്ങൾ ഭയങ്കര റെലവൻറ്റ് പോയിൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ബാക്ക് ടു അമ്പുക്ക ഐറ്റംസ്. അതിനുവേണ്ടി കമ്പി ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപ്പ് ഉപയോഗിച്ചു എന്നും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട്. ഒരിക്കലും ലോജിക്കലായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ രണ്ട് കാര്യങ്ങളും. ഒന്നാമതായിട്ട് ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ നിൽക്കുന്ന ഇതാണ് ആക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. ഈ ആക്സോ ബ്ലേഡിന്റെ പല്ലുകളുടെ സൈസ് നിങ്ങൾക്ക് കാണാം. ഈ ആക്സോ ബ്ലേഡ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പുകളിൽ ഇത് ഉപയോഗിക്കുന്നതും തൊഴിലാളികൾ ഉപയോഗിക്കുന്നതും PVC പൈപ്പ് പോലെയുള്ള വയറിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യാനാണ്. 1930 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജയിലാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ. അവര് ഓരോ സെല്ലിലും ഉപയോഗിച്ചിരിക്കുന്ന റാഡുകളുടെ വണ്ണം 1.5 ഇഞ്ച് വണ്ണത്തിലുള്ള റാഡുകളാണ്. നമുക്കറിയാം, നമ്മുടെ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോലും ഈ പറയുന്ന ലോക്കപ്പ് റൂമിനുണ്ടാകുന്ന വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന അഴിയുടെ വണ്ണവും ഏകദേശം 1.5 ഇഞ്ചാണ്. ഈ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഈ കമ്പി 1.25 ഇഞ്ചാണ്. ഇതുപോലെയുള്ള ഇതിനേക്കാളും വണ്ണം കൂടിയ, ഇതിനേക്കാളും ഹാർഡായ കാസ്റ്റ് അയണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, ഈ മെറ്റീരിയൽ, ഈ പറയുന്ന 1 മാസത്തിലധികം ഉപയോഗിച്ചു എന്ന് പറയുന്ന ആക്സോ ബ്ലേഡ്, ഇത് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല്ലുകൾ മുഴുവൻ തീർന്ന് ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വെറും ഒരു ഇരുമ്പ്, എന്താ പറയുക, തകിടിന്റെ കഷ്ണമായി മാറും. ഇതുപോലെയുള്ള ഒരു കമ്പി മുറിക്കണമെങ്കിൽ 1000 ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചാൽ പോലും എന്താ പറയാ, ഒരു കമ്പി മുറിക്കാൻ കഴിയില്ല. ആക്സോ ബ്ലേഡിന്റെ ടീത്ത് നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഒന്നും സാധിച്ചെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല, എവിടെയാണ് ഇതിൽ ഉപ്പ് പുരട്ടുക, എവിടെയാണ് ഉപ്പ് വെച്ച് ദ്രവിപ്പിച്ചു എന്ന് പറയുന്നത്? അത് എങ്ങനെയാണ് സാധ്യമാകുക? ഇതിൽ എവിടെ ഉപ്പ് പുരട്ടിയാലും ഉപ്പ് താഴേക്ക് പോകുമല്ലോ. പിന്നെ ഇത് കട്ട് ചെയ്ത് 1 മാസത്തോളം നിർത്തിയിട്ട് അവിടെ തുണി ചുറ്റി വെച്ചു എന്നാണ് പറയുന്നത്, കാണാതിരിക്കാൻ. മാസങ്ങളോളം ഈ തുണി ചുറ്റി വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ ഇത് പെടുമെന്ന് ഉറപ്പല്ലേ? അമ്പുക്കാടെ ഡൗട്ട്, ഈ ഉപ്പിട്ടിട്ട് എങ്ങനെ ഈ കമ്പി ദ്രവിപ്പിക്കണേ എന്നുള്ളൊരു പാട്. ആ ഒരു
ഗോവിന്ദച്ചാമി മുറിച്ച സെല്ലിൻ്റെ കമ്പി കണ്ടാൽ അത് ദ്രവിച്ച പോയിട്ട് ഒരു എന്താ പറയുക, അതിലൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഓക്കെ, അതിലെവിടെയും എനിക്ക് തോന്നുന്നില്ല റസ്റ്റ് കയറിയൊരിത്. ആ ഇരുമ്പിൽ ഒരു തുരുമ്പ് കയറിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഇനി ഇത് പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടല്ലോ, ഉപ്പ് തേച്ചിട്ട് ഇത് നടക്കുമോ ഇല്ലേ എന്നുള്ളത്. അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം അവിടെ കാണിച്ചു തരാം. യോഷി ഷിറാട്ടോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ഈസ് എ ജാപ്പനീസ്. ഈ വ്യക്തി ജയിൽ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ അറിയാം? സൂപ്പ് കിട്ടിയിരുന്നു ജയിലിൽ നിന്ന്. ഈ സൂപ്പ് കൊണ്ടുവന്നിട്ട് കമ്പി ജയിലിൻ്റെ അഴികളിലേക്ക് ഒഴിച്ചൊഴിച്ച്, ഇയാൾ കുടിക്കില്ല, സൂപ്പ് കൊണ്ടുവന്ന് ഒഴിക്കും. ഈ സൂപ്പ് ഒഴിച്ചൊഴിച്ച് ജയിൽ കമ്പി ഇതേപോലെ എന്ത് ചെയ്തു, മൊത്തത്തിൽ തുരുമ്പിടിച്ചു പോയി. അങ്ങനെ അത് വലിച്ച് വളച്ച് ഇയാൾ പുറത്ത് ചാടി കുറച്ച് കട്ട്ലറീസും സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇയാൾ ജയിൽ എസ്കേപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററിയിലൊരു സാധനം ഉണ്ട് ലോകത്ത്. ഇത് വേറെ നടന്നിട്ടുണ്ട്. ഏത് ഉപ്പ് തേച്ചും അല്ലെങ്കിൽ ഈ സൂപ്പ് ഒഴിച്ചൊക്കെ കമ്പി ദ്രവിപ്പിച്ചിട്ട് ആ ദ്രവിച്ച കമ്പി പൊട്ടിച്ച് പുറത്ത് ചാടുന്ന കഥ. ഓക്കെ, അത് അമ്പുക്ക അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ കമ്പി മുറിച്ചതിന് ശേഷം ഈ കമ്പി വളച്ച് 2 കമ്പിയുടെ ഇടയിലൂടെ ഗോവിന്ദസ്വാമി പുറത്തേക്ക് ചാടിയെന്നാ പറയുന്നു. 10 ഗോവിന്ദസ്വാമിമാര് വിചാരിച്ചാൽ ഈ കമ്പി വളക്കാൻ സാധിക്കില്ല. ഇതിന്റെ പകുതിയുള്ള കമ്പിയാണ് നമ്മൾ സാധാരണ കാണുന്ന 16 mm കമ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ വണ്ണം തോന്നുന്ന കമ്പി. സെൻട്രിങ് തൊഴിലാളികൾ ഒരു കട്ടപ്പാര പോലെയുള്ള വലിയൊരു പാര ഉപയോഗിച്ച് അതിന്റെ ഗാഡിയിൽ കമ്പി കുടുക്കി 2 ആളും 3 ആളുകളും ഒടിച്ച് വളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു സ്റ്റീല് ഈ പറയുന്ന ഒരു കഷ്ണം ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് 1 മാസം സമയമെടുത്ത് ഈ കമ്പി വളച്ച് പുറത്ത് ചാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും എന്താ പറയുക, സോളിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. എന്താണെങ്കിലും മുറിക്കാനോ അല്ലെങ്കിൽ വളയ്ക്കാനോ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ അമ്പുക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈൻ. ഇനി നമുക്ക് കണ്ണൂർ ജയിലിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ മറികടന്നാണ് ഗോവിന്ദച്ചാമി ഈ മതിലുചാട്ടം നടത്തിയെന്നുള്ളതിനെ കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ 10ാം വാർഡ് എന്ന് പറയുന്നത് തന്നെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ CCTVയിൽ കാണാമെന്ന് മാത്രമല്ല അതിൻ്റെ ശബ്ദം പോലും CCTV റെക്കോർഡ് ചെയ്യും, പ്രതിധ്വനിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു സ്പീക്കർ സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ ഇയാൾ കമ്പി മുറിക്കുകയാണെങ്കിൽ, കാലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ, വാതിൽ തുറക്കുകയാണെങ്കിൽ, ഒരു കരിയിലെ ഒരു പിന്നെ ഇലയിലോ അല്ലെങ്കിൽ ഇതിലെങ്കിലും ചവിട്ടുകയാണെങ്കിൽ പോലും കേൾക്കാവുന്ന വിധത്തിൽ, ഒരു ചുള്ളിയിൽ കമ്പിയിൽ ചവിട്ടിയാൽ പോലും ഒരു പക്ഷേ അത് കേൾക്കാൻ കഴിയുമെന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ വിധത്തിൽ സുരക്ഷയുള്ളൊരു സ്ഥലമാണ്. ആ സുരക്ഷ അയാൾ അനായാസം കടന്നു. അതിനുശേഷം 30 മീറ്ററോളം വരുന്ന ഡിസ്റ്റൻസിൽ 3 മതിലുകളുണ്ട്. അതെ, ഈ 3 മതിലുകളും അയാൾ കടന്നു. അതിനുശേഷം അയാൾ ഫെൻസ്, അപ്പോൾ ഇവിടെ എല്ലാം 123 127 CCTVകളുണ്ടെന്നാണ് പറയുന്നത്. ആ CCTVകളിലൊന്നും പെടാതെ ഇയാൾ ഏറ്റവും വലിയ 7.5 മീറ്റർ പൊക്കമുള്ള മതിലിൻ്റെ അവിടെ എത്തുന്നു. പ്രധാന മതിൽ. ആ മതിലിൻ്റെ അവിടെ 5 മീറ്റർ അയാൾ എത്തുമ്പോൾ തന്നെ അലാറം കേൾക്കുമെന്നാണ് പറയുന്നത്. കാരണം 5 മീറ്റർ കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അലാറം അടിക്കും. ആ അലാറം കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് 7 മീറ്ററിൻ്റെ മുകളിലോട്ട് ഇയാൾ പോകുമ്പം അവിടുത്തെ ഫെൻസിങ്ങിൽ നിന്നും കറണ്ട് അടിച്ച് ഇയാൾ താഴെ വീഴും. അപ്പോൾ കറണ്ട് അടിക്കുന്നുമില്ല, കറണ്ട് ഇല്ലതാനും. അങ്ങനെ ഇയാൾ ഈ പൊക്കം ഇത്രയും അംഗപരിമിതി ഉള്ള ഒരാൾ 7.5 മീറ്റർ പൊക്കമുള്ള ഈ മതിൽ ചാടിക്കിടക്കുക, ചാടിയല്ല, ഒരു വടം അയാൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പല തുണികൾ കൂട്ടി വടമുണ്ടാക്കി ആ വടം അപ്പുറം വരെയാണെങ്കിൽ അപ്പോൾ ഒരു 15 മീറ്ററോളം അല്ലെങ്കിൽ ഒരു 14 മീറ്ററെങ്കിലും വരുന്ന വടം ഉണ്ടെങ്കിൽ ഈ ഇവിടുന്ന് 7.5 അപ്പുറത്തെ 7.5 എത്തിക്കാൻ പറ്റുള്ളൂ. ഇയാളുടെ ഇയാൾ രക്ഷപ്പെട്ടെന്ന് പറയുന്ന ആ വെന്റിലേഷൻ തന്നെ ഏതാണ്ട് 2 ആൾ പൊക്കം ഉള്ളതാണ്. അതെ. അപ്പോൾ ഒരാളുടെ തോളിൽ കയറി നിന്നാലേ ഇത് മുറിക്കാൻ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? അപ്പോൾ വേറൊരാൾ ഇതിനകത്തുണ്ടായിരുന്നോ? ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് തുടരുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഫെസിലിറ്റീസ് ഇവിടെ ജയിലിനകത്തുണ്ട്, ഇത്രത്തോളം സെക്യൂരിറ്റി മെഷേഴ്സ് ഈ ജയിലിനകത്തുണ്ട്. ഇതിൽ നിന്നൊക്കെ കണ്ണ് വെട്ടിച്ച് ഇവൻ മറ്റേ ഹനുമാൻ ലങ്കയ്ക്ക് ചാടുന്ന പോലെ ഈ മധുരം ചാടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ദുരൂഹത നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ടാകണം. ആദ്യത്തെ മതിൽ ചാടി, കാരണം ഇത് സ്പെഷ്യൽ പ്രൊട്ടക്ഷനുള്ള 10ാം ബ്ലോക്ക് ആയതുകൊണ്ട് ആ മതിൽ അദ്ദേഹം ചാടിക്കടന്ന് 2 ആൾക്ക് ഉയരമുള്ള. പിന്നെ 200 മീറ്റർ നടന്നുപോയി. 200 മീറ്റർ നടന്നു പോയിട്ട് പിന്നെ ഉള്ളത് ഈ 7 to 8 മീറ്റർ ഹൈറ്റ് വരുന്ന ഏറ്റവും വലിയ മതിലാണ് നമ്മൾ പുറമേ കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത്.
ആ മതിൽ ചാടാൻ അവിടെ വെള്ളം ശേഖരിക്കാൻ വെച്ചിരുന്ന ഡ്രമ്മുകൾ അദ്ദേഹം ഇതേപോലെ ഇതാണ് നിങ്ങൾ കണ്ടത്, 3 ഡ്രമ്മുകൾ കൂട്ടിവെച്ച് ഇതിന്റെ മുകളിൽ കയറി എന്ന് പറയുന്നത്. ഒരാൾക്ക് പോയിട്ട് ഇത് കണ്ടോ, എങ്ങനെ ഈ ഡ്രമ്മിന്റെ മുകളിലേക്ക് ആർക്ക് കയറാൻ കഴിയും? ഈ 3 ഡ്രമ്മിന്റെ മുകളിലേക്ക് ഏത് ലെവലിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഇറങ്ങി നിൽക്കേണ്ടി വരും. അപ്പൊ ഈ ഡ്രമ്മുകൾ ചാരി വെച്ച് ഇതിന്റെ മുകളിൽ കയറി, പിന്നെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന തുണി, നമ്മളൊക്കെ അവിടെ ഹൈറ്റ് കൃത്യമായി നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. തുണികൾ കെട്ടി കമ്പിവേലിക്ക് മുകളിലേക്ക് എറിഞ്ഞ് ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടി ആ കയറിലേക്ക് പിടിച്ചു എന്ന് പറയുന്നത്. ആ കയറിൽ പിടിച്ച് മേലോട്ട് കയറി. സ്വാഭാവികമായിട്ടും 2 കൈയുള്ള ഒരാളെ സംബന്ധിച്ച് ഇനി അതിന്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗോവിന്ദസ്വാമി വന്ന് ഇറങ്ങി നിന്നിട്ട് അവിടുന്ന് ആ ഇതിലേക്ക് ചാടി കയറുകയാണ്, തുണിയിലേക്ക് ചാടി പിടിക്കുകയാണ്. ചാടി പിടിച്ചു എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ നമ്മൾ ഒരു പിടുത്തം പിടിച്ചാൽ രണ്ടാമത്തെ പിടുത്തം അടുത്ത കൈ നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ, ഒന്ന് നമ്മൾ പിടിച്ചു പ്രൊട്ടക്ഷന്, അടുത്തത് പൊക്കി പിടിച്ചു, ആ പൊക്കി പിടിച്ച് അടുത്തവും പൊക്കി പിടിച്ചെങ്കിൽ നമുക്ക് മുന്നോട്ട് മേലോട്ട് കയറാൻ സാധിക്കുള്ളൂ. ഒരു കൈപ്പടമില്ലാത്ത ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അതിന്റെ മുകളിലേക്ക് ചാടിപ്പിടിച്ച് ഈ പറയുന്ന കൈപ്പടമില്ലാതെ കയറി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരം പത്രക്കാരായ നിങ്ങൾ പലരും ഈ വിഷയം സംശയാസ്പദമായി പറയുമ്പോൾ അതിനൊരു ഉത്തരം ഉണ്ടായില്ല. അമ്പൂക്ക പറഞ്ഞ പോയിന്റ്സ് വളരെ കൃത്യമായിട്ടുള്ള ഐറ്റങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ സൈഡിൽ അമ്പൂക്ക മറ്റേ കോണിയൊക്കെ വെച്ച് ആ മതിലിൻ്റെ ഹൈറ്റിൽ ഈ പറഞ്ഞ തുണിയൊക്കെ കെട്ടി ആ ഡ്രം വെച്ചിട്ട് ആ ഹൈറ്റിലേക്ക് എത്തുമോ, എത്തിയില്ലെങ്കിൽ അത് ചാടിപ്പിടിക്കണം, ചാടിപ്പിടിച്ചതിന് ശേഷം എങ്ങനെ ഇലക്ട്രിക് ഫെൻസും മറികടന്ന് ഇവൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ സാധനം ഇങ്ങനെ അമ്പൂക്ക് ഒരു സൈഡിൽ നമ്മളോട് ചോദിച്ച്, നമ്മൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അമ്പൂക്ക് ചോദിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം, ഉത്തരം പറയേണ്ടത് ഇതിനൊക്കെ. കാരണം എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ ഡൗട്ട് അടിച്ചൊരു കാര്യം, ഈ CCTV വിഷ്വൽ എങ്ങനെ പുറത്ത് വരണേ ജയിലിൻ്റെ. സോ കൃത്യമായത് മീഡിയയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ജയിൽ അഴികളുടെ ഫോട്ടോ കൃത്യമായി മീഡിയയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സോ ബേസിക്കലി സംവൺ ഈസ് ഫീഡിങ് ദിസ് മീഡിയൻ ആരോ ഫീഡ് ചെയ്യുന്നു. ഇത് നമ്മളിങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കാണുന്നു, അപ്പം ശരിക്കും അവിടെ എന്തോ ഗോവിന്ദസ്വാമി വലിയ പരിപാടി എന്തോ സെറ്റപ്പ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, ജയിൽ ബ്രേക്ക് പോലത്തെ എന്തോ സെറ്റപ്പ് പരിപാടി ഇയാൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇവൻ തന്നെ ചാടിയത് എന്നുള്ള നമ്മളെ ഇങ്ങോട്ട് കൺവിൻസ് ആക്കാൻ വേണ്ടി, നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അല്ലെങ്കിൽ ഒരു ഇത്രയും ഹൈ ഫെസിലിറ്റിന്ന് സെക്യൂരിറ്റിയൊക്കെ മറ്റേ ക്യാമറയൊക്കെ ഇങ്ങോട്ട് കൊടുക്കുകയാണോ മീഡിയയ്ക്ക്? എന്നാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും നല്ലത് എന്താ, മീഡിയക്കാരെല്ലാവരും കൂടി വിളിച്ച് വരുത്തിയിട്ട് ഇത് സെല്ല് ഗോവിന്ദസ്വാമി കിടന്നത്, ഇതാണോ അവൻ മുറിച്ച കമ്പി, ഇപ്പുറത്ത് കൂടിയാണോ അവൻ ചാടിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചാൽ പോരെ. അതിന് പകരം ഇതിങ്ങനെ തുണ്ടായി കൊടുക്കണം. തുണ്ടിലാണ് താല്പര്യം എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല, ഇനി എങ്ങനെയാണോന്ന് അറിയില്ലല്ലോ, പലർക്കും അങ്ങനെയാണ്. ഇതിനും നമ്മളെ അമ്പൂക്കാൻ്റെ ലൈറ്റ് ഉണ്ട്. ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്ന CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് കണ്ടു. അതില് ഒരു ഇടവഴിക്കിടയിൽ ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, അല്ലേ? ആരാണ് ഈ വീഡിയോ കൊടുത്തത്? ഏത് ജയിലധികാരികളാണ്? അത് ഗോവിന്ദസ്വാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത്? വേറെ ഒരു നിഴല് ജയിലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ. അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദസ്വാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ. എന്നിട്ട് നിർത്താതെ മാധ്യമങ്ങൾ പറയണത് ഇതാ CCTV, ഒരിക്കലും ഒരു ഗോവിന്ദസ്വാമി അല്ല. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കുറേ സംശയമുള്ള സംഗതികൾ തന്നെയാണ്. കാരണം ജയിലിനകത്ത് ഇവന് എവിടുന്ന് ഈ ഗോവിന്ദസ്വാമിക്ക് ഈ കറുത്ത ഷർട്ടും പാൻറ്റും കിട്ടി? അല്ല, ചാടുമ്പോൾ കറുത്ത പാൻറ്റും ഷർട്ടും ആണെന്നാണല്ലോ പറഞ്ഞത്. അതെവിടുന്ന് കിട്ടി? താടി മുടി എങ്ങനെ നീട്ടി വളർത്തി? അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഇതെങ്ങനെ മുറിച്ചു? അങ്ങനെ ദ്രവിച്ചു പോകണം. ഉപ്പ് കൊണ്ടുവന്ന് തേച്ച് ആ കമ്പി ദ്രവിപ്പിച്ച് അത് ഇത്ര പ്രിസൈസ്ലി കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഇല്ലാടി തന്നെ ഇടയവൻ. പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചത് വേറെ ആരും കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ചരട് വെച്ച് കെട്ടിയിരിക്കുന്നത്. എന്തെന്നാ ഇത്? കള്ളിയും കാട്ടി നീലിനെ കൊണ്ടുപോയി തറച്ചതാ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൽ കൂടി പോകുന്ന ഈ പാറാവുകാരും അല്ലെങ്കിൽ ബാക്കി അത് കൂടി റോന്ത് വരുന്ന പോലീസുകാരൊന്നും ഈ മേടാഴി കൂടി പോകുമ്പോൾ ഇത് കാണുന്നില്ലേ? ഈ കെട്ടി വെച്ചതും മടക്കി വെച്ചതൊന്നും കണ്ടില്ലേ? ചോദിക്കാനാണെങ്കിൽ ഒരു 100 വട്ട ചോദ്യം
ഇവൻ്റെ ജയിൽ ചാട്ടത്തിൽ ചോദിക്കാനുണ്ട്. അമ്പുക്ക് അത് കൃത്യമായിട്ട് കുറേ എണ്ണം കൊള്ളുന്ന രീതിയിൽ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് സിമ്പിളാണ്. ഇത് ഈ VS-ൻ്റെ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ടൊന്നുമല്ല ഈ ഇങ്ങനത്തെ ഒരു നാടകം കളി ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നടത്തിയത്. അത് ഈ പറഞ്ഞ വീണ വിജയൻ്റെ ഹൈക്കോടതിയിൽ വന്നുള്ള നോട്ടീസ് അത് ചർച്ചയായാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇനി അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.